മജ്നൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ടൊമാറ്റോ റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ റൈസിന് വേണ്ടിയിട്ട് കുറച്ച് വലിയൊരു ഉള്ളി, സവാളയും പിന്നെ ഒരു തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി ഞാൻ ഒരു മിക്സിയിലിട്ടിട്ട് 2 വറ്റൽമുളക് ഇട്ടിട്ട് അരയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഒരു പച്ചമുളകും. പിന്നെ നമുക്കൊരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 2 ഏലക്കായ, 2 ചെറിയ ഗ്രാമ്പൂ, പിന്നെ ചെറിയ കഷ്ണം പട്ട, കുറച്ച് പെരിഞ്ചീരകം ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ചൂടായി വരുമ്പോൾ അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വഴച്ചെടുക്കാം. അപ്പോൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ ഒരു പച്ചകുത്തൊന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് സവാള കട്ട് ചെയ്തതും ഒരു പച്ചമുളക് അരിഞ്ഞു വെച്ചതും എടുത്തിട്ട് ഒന്നിച്ചിട്ടൊന്ന് വഴച്ചെടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ട് വഴറ്റാം. വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് മസാല പൊടികൾ ഇടാനുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇങ്ങനെ മുരിഞ്ഞെടുക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് പൊടി ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ 2 തക്കാളിയും പിന്നെ 2 വറ്റൽമുളക്, അത് കാശ്മീരി മുളകായിരുന്നു, അത് ഇട്ടിട്ട് നല്ലപോലെ അരച്ച തക്കാളി ഇതിൽ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ തക്കാളിയുടെ പേസ്റ്റ് നല്ലപോലെ ഒന്ന് വെന്ത് അതിൻ്റെ ഒരു ചുവന്ന് മാറി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഞാൻ കട്ട് ചെയ്ത് വെച്ചതുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കാം ആ തക്കാളീനൊന്ന്. അപ്പോൾ നമ്മുടെ പൂച്ചക്കുഞ്ഞന്മാരിവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 3 പേരുണ്ട്. അതിലൊരാൾ മംകാറ്റാണ് കേട്ടോ. 2 കിറ്റൻസാണ്, ഒരു മെയിൽ ആൻഡ് ഫീമെയിലാണ്. ലൈറ്റ് ബ്രൗൺ ഉള്ളത് മെയിലാണ്. അപ്പോൾ അവരെന്തോ ഒരു ചെറിയ പ്രാണിയെ കണ്ടപ്പോൾ ചാടി പിടിക്കാനുള്ള ശ്രമത്തിൽ അതിനകത്ത് തോന്നുന്നുണ്ട്, അങ്ങോട്ട് നോക്കി ഓടുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം മംകാറ്റാണ് അവിടെ കിടക്കണത്. മറ്റ് 2 പേരും എന്തോ ഒരു ശ്രദ്ധയിലാണ്. അപ്പം ഞാൻ ചോറിൻ്റെ അപ്പം ഞാൻ ചിക്കൻ ലെഗ് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എയർ ഫ്രയറിലിട്ടിട്ടാണ് ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഞാനത് ഓൾറെഡി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാല, പിന്നെ കുറച്ച് തൈരും കുറച്ച് ലെമൺ ജ്യൂസൊക്കെ കൂടായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. തക്കാളിക്കാട് വേവണ സമയം കൊണ്ട് ചിക്കന് ഞാൻ എയർ ഫ്രയറിലൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണത്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഇപ്പോൾ ഈ സമയം കൊണ്ട് ഇപ്പോൾ അത് ശരിക്കൊന്ന് വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മസാല എല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. തക്കാളി എല്ലാം നല്ല വെന്ത് മസാല എല്ലാം ചേർന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച ചോറ് അതിലിട്ടിട്ട് ഇളക്കിയെടുക്കാം. അപ്പം ഞാൻ സാധാ അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ സാധാരണ വെക്കുന്ന കുത്തരിയുടെ ചോറാണ്. ഇപ്പോൾ ബസുമതി റൈസ് ഉപയോഗിക്കണമെങ്കിൽ അത് എടുത്തിട്ട് ഉണ്ടാക്കണമെങ്കിൽ അതുകൊണ്ട് ഉപയോഗിക്കാം. ഞാനിപ്പോൾ സാധാ റൈസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ വേവിച്ച് വെച്ച ചോറിന് അതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റി റൈസാണ് കേട്ടത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കി എല്ലായിടത്തും എത്തണ രീതിയിൽ നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്ന രീതിയിൽ അടച്ചു വെച്ചാൽ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്ത് വിടാനും ആരെയിലൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് കേട്ടോ. നല്ല ടേസ്റ്റി റൈസാണ്. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ആൻഡ് ടൊമാറ്റോ റൈസ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.